വയനാട് CPM-ലെ സംഘടനാ പ്രശ്നങ്ങളിൽ നടപടി നേരിട്ടവർ പരാതിയുമായി സംസ്ഥാന കമ്മിറ്റിയിലേക്ക്. കോട്ടത്തറ കണിയാമ്പട്ടയിൽ നടപടി നേരിട്ടവരാണ് സംസ്ഥാന നേതൃത്വത്തെ സമീപിക്കുന്നത്. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളടക്കം 5 പേരെയാണ് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയത്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകും. സുർജിത്ത്, എന്താണ് ഇവർ സംസ്ഥാന കമ്മിറ്റിയിൽ ആവശ്യപ്പെടാൻ പോകുന്നത്? ഇവരുടെ പരാതി ഏതു നിലയ്ക്കായിരിക്കും സംസ്ഥാന കമ്മിറ്റിക്ക് മുൻപാകെ എത്തുക? വിജയകുമാർ, CPIM-ന്റെ വയനാട് ജില്ലാ സമ്മേളനത്തിന് ശേഷം നേതൃമാറ്റമുണ്ടായി. ആ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട് നിരവധി സംഘടനാ പ്രശ്നങ്ങൾ ഇവിടെ അഭിമുഖീകരിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ആദ്യ ഘട്ടത്തിലെ പ്രതികരണമായിരുന്നു കേണിച്ചിറയിൽ കണ്ടത്. കർഷക സംഘത്തിൻ്റെ ജില്ലാ ഭാരവാഹി, ജില്ലാ പ്രസിഡന്റായിട്ടുള്ള AV ജയൻ, ആദിവാസി ക്ഷേമ സമിതിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പ്രസാദ് അടക്കമുള്ളവർ, 2 ലോക്കൽ സെക്രട്ടറിമാരടക്കം നടപടി നേരിടേണ്ട വന്നൊരു സാഹചര്യം. അവർ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്ന സാഹചര്യം. അതായത് സമ്മേളനത്തിൻ്റെ തൊട്ട് മുമ്പായി ഒരു പരാതി, ഏരിയ സമ്മേളനത്തിന് തൊട്ട് മുമ്പായി ഒരു പരാതി ഉയരുകയും അത് 2019 സംഭവത്തെ ബന്ധപ്പെട്ട പരാതിയാണ്. ആ പരാതിയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ആ നടപടിക്കെതിരെയാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. സാമ്പത്തിക കുറ്റവാളിയായി പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ താല്പര്യമില്ല എന്നുള്ളതാണ് AV ജയൻ വ്യക്തമാക്കിയത്. അതേ തുടർന്നാണ് പരസ്യ പ്രതികരണം ഉണ്ടായത്. അതിൽ ഇപ്പോൾ 4 പേരെ കേണിച്ചിറയിൽ നടപടിയെടുത്തു. അതിന്റെ തൊട്ടു പിന്നാലെയാണ് മറ്റ് ഇടങ്ങളിലേക്ക് നടപടി വ്യാപിക്കുന്നത്. പരസ്യ പ്രതികരണം നടത്തി എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് കണിയാമ്പറ്റയിൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ളവരെ ഇപ്പോൾ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിരിക്കുന്നത്. അതിൽ 5 പേർക്കെതിരെയാണ് നടപടി. K ജബ്ബാർ, M മുഹമ്മദ്, K ഇബ്രാഹിം, K ജംഷീർ, രാഘവൻ എന്നിവർക്കെതിരെയാണ് നടപടിയെടുത്തതിൽ LC മെമ്പർമാരുണ്ട്, മുൻ LC മെമ്പർമാരായിട്ടുള്ള ആളുകളുണ്ട്, ഒപ്പം തന്നെ ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ട്. അത്തരത്തിൽ 5 പേർക്കെതിരെയാണ് ഇപ്പോൾ നടപടി കൈക്കൊണ്ടിരിക്കുന്നത്. ഇത് കോട്ടത്തറ ഏരിയ സമ്മേളനത്തിന് മുമ്പായി നടന്ന കണിയാമ്പറ്റ ലോക്കൽ സമ്മേളനത്തിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് ഉള്ള ആക്ഷേപമാണ്. ഇവർ പ്രധാനമായും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കെതിരെയാണ്. കാരണം മത്സരം സംഘടിപ്പിക്കുന്ന ആ രീതിയിലേക്ക്, ഇവിടെ ഒരു അട്ടിമറി നടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ലോക്കൽ സമ്മേളനത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഇവർ പരസ്യ ആരോപണമായി പ്രതിഷേധം എന്നുള്ള നിലയിൽ തന്നെ അത് മാധ്യമങ്ങളോട് പങ്കുവച്ചത്. നമ്മൾ ഉൾപ്പെടെയുള്ളവരോട് ആ വിഷയം പങ്കുവച്ചു. എന്തായാലും ഈ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ 5 പേർക്കെതിരെ നടപടി കണിയാമ്പറ്റയിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ നടപടിക്ക് വിധേയമാക്കപ്പെട്ട ആളുകളെല്ലാം തന്നെ ഇപ്പോൾ സംസ്ഥാന ഘടകത്തെ വീണ്ടും സമീപിച്ചിരിക്കുകയാണ്. കാരണം തങ്ങളുടെ വാദം കേൾക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇവർ ഉന്നയിക്കുന്ന ആക്ഷേപം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ M മധു, ഒപ്പം തന്നെ ബേബി എന്നിവർക്കെതിരെയാണ് ആക്ഷേപം. ഇവർ സമ്മേളനത്തിൽ ബോധപൂർവം തങ്ങൾക്ക് അനുകൂലമായ വിധത്തിൽ ആളുകളെ സജ്ജരാക്കുന്ന രീതിയിലേക്ക് സമ്മേളനത്തെ മാറ്റി, സമ്മേളനത്തിൽ വിഭാഗീയമായി ഇടപെട്ടു. അത് ജില്ലാ നേതൃത്വം പിടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ആണെന്നത് ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങളാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇവർ പങ്കുവച്ച കാര്യം. ഇതേ തുടർന്നാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. മാധ്യമങ്ങളോട് പരസ്യ പ്രതികരണം നടത്തി എന്നുള്ള ഒരു കുറ്റം ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ പുത്തലത്ത് ദിനേശന്റെ സാന്നിധ്യത്തിൽ ചേർന്ന കോട്ടത്തറ ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഈ നടപടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇവർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളടക്കം 5 പേരെയാണ് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയത്. ഇവരാണ് സംസ്ഥാന കമ്മിറ്റിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്.